പാക്കിങ്, മാനുഫാക്ചറിങ് ചെയ്യുന്നവർക്കൊക്കെ 12 മീറ്ററാണ് സുരക്ഷാ ഡിസ്റ്റൻസ്. അവയൊന്നും തന്നെ ഇവിടെ ഇല്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ വയലേഷൻസാണ്. അപ്പോൾ ഇത് അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. പലപ്പോഴായിട്ട് നമ്മൾ പുത്തിങ്കൽ അപകടത്തിൻ്റെ എൻക്വയറി കമ്മീഷനായിട്ട് അംഗമായിരുന്നു ഞാൻ. അതിലും ഞങ്ങൾ പറഞ്ഞ ഒരു പ്രധാന കാരണം അൺസ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ വെച്ച് ഇത് നടത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപകടകരമായിരിക്കും. ഇത്ര അഗാധം നമ്മൾ ഈ 1 കിലോമീറ്റർ അകലെയുള്ള വീടുകളുടെ ജനലുകളും വാതിലുകളും പൊളിഞ്ഞു വീഴുന്നുണ്ടെങ്കിൽ അതിനകത്ത് പൊട്ടാഷ്യം ക്ലോറേറ്റ് പോലുള്ള അനധികൃത രാസപദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. തൃശ്ശൂരിലെ വെടിക്കെട്ട് അപകടം നാടിന് തന്നെ വലിയ നടുക്കമുണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ജോയിൻറ്റ് ചീഫ് കൺട്രോളർ ഓഫ് എക്സ്പ്ലോസീവായി വിരമിച്ച ഡോക്ടർ ആർ വേണുഗോപാൽ റിപ്പോർട്ടറിനൊപ്പം ചേരുകയാണ്. ഈ വലിയ അപകടമാണ് തൃശ്ശൂർ ഉണ്ടായത്. പക്ഷേ ആ അപകടത്തിൻ്റെ കാരണം സംബന്ധിച്ചിപ്പോഴും ഒരു വ്യക്തതയില്ല. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്? സാറിൻ്റെ ഒരു കാഴ്ചപ്പാട്. പ്രധാനമായിട്ട് ഇതിൽ കാണേണ്ടത്, ഇത് 2ാമത്തെ തവണയാണ് തൃശ്ശൂർ പൂര വെടിക്കെട്ടിനോടനുബന്ധിച്ചുള്ള പ്രിപ്പറേഷൻ ടൈമിൽ അപകടം ഉണ്ടാകുന്നത്. 2006 ഒരു അപകടം ഉണ്ടായി. അന്ന് 7 പേരോളം മരിക്കുകയുണ്ടായി. അന്ന് 14 പേർക്ക് ഇഞ്ചുറി ഉണ്ടായി. അതിൻ്റെ എൻക്വയറി ഓഫീസറായിരുന്നു ഞാൻ. അന്ന് കണ്ടെത്തിയതും ഇന്ന് കാണുന്നതും സമമാണ്. അതിൻ്റെ കാരണങ്ങളെല്ലാം തന്നെ ഒരുപോലെയാണ്. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള സ്ഥലത്താണ് ഈ എക്സ്പ്ലോസീവ്സ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ഒരു എക്സ്പ്ലോസീവ്സ് മാനുഫാക്ചറിങ് കേന്ദ്രം എന്ന് പറയുന്നത് അതിനകത്ത് വേണ്ട പലവിധ പ്രക്രിയകളുണ്ട്. ഒന്ന് മിക്സിംഗ് ഉണ്ടാവണം, മാനുഫാക്ചറിങ് ഉണ്ടാവണം, ഡ്രൈയിങ് ഉണ്ടാവണം, സ്റ്റോറേജ് ഉണ്ടാവണം. ഇവയൊക്കെ എക്സ്പ്ലോസീവ്സ് റൂൾസിൽ പലവിധ സേഫ്റ്റി ഡിസ്റ്റൻസസ് നിഷ്കർഷിച്ചിട്ടുണ്ട്. ഇവയൊന്നും തന്നെ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായി ഇവിടെ കണ്ട ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ വയലേഷൻസ് ഒരു മൈതാനത്ത് ചുറ്റിനും ഇരുന്ന് പടക്കം ഉണ്ടാക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നാൽ പിന്നെ ഈ റൂൾസൊക്കെ എന്തിനാണ്? ഒരു മിക്സിംഗ് ഷെഡിൽ 18 മീറ്ററാണ് സേഫ്റ്റി ഡിസ്റ്റൻസ്. അതിനകത്ത് മാൻ ലിമിറ്റ്, അതായത് ജോലി ചെയ്യാവുന്നവരുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 2 പേരാണ്. അവിടെയാണ് ഇവിടെ 14 പേരിരുന്ന് ജോലി ചെയ്യുന്ന ഒരു ചുറ്റുവട്ടത്ത് നമ്മൾ വൈകുന്നേരങ്ങളിൽ വർത്തമാനം പറയുന്നത് പോലെ ഇരുന്ന് ജോലി ചെയ്യുകയാണ്. അതാണ് ഇതിലേറ്റവും വലിയ കാരണം. അപ്പം മിക്സിംഗ് ഷെഡിൽ 18 മീറ്റർ സുരക്ഷാ ഡിസ്റ്റൻസും 2 ജോലിക്കാരെ മാത്രമേ മാൻ ലിമിറ്റും ഉണ്ടാവൂ. പക്ഷേ ഇവിടെ അതിൽ കൂടുതൽ ആളുകൾ. അതുപോലെ തന്നെ പാക്കിങ്, മാനുഫാക്ചറിങ് ചെയ്യുന്നവർക്കൊക്കെ 12 മീറ്ററാണ് സുരക്ഷാ ഡിസ്റ്റൻസ്. അവയൊന്നും തന്നെ ഇവിടെ ഇല്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ വയലേഷൻസാണ്. നമ്മൾ വെടിക്കെട്ടുകളൊക്കെ ആവശ്യമാണ്. കാലാകൃതമായിട്ട് ചേഞ്ചസ് വരുത്തുവാൻ എല്ലാ പൂര കമ്മിറ്റിക്കാരും ടെമ്പിൾ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റീസും മുന്നോട്ട് വരണം. ഈ തീപിടുത്തം, അതിന് പിന്നാലെ പൊട്ടിത്തെറി, അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഉയർന്ന ചൂടാണ്, അങ്ങനെ ഒരു ചാൻസ് പറയുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ ഒരു ഇതിലെന്താണ്? ചൂട് ഒരു കാരണം മാത്രമാണ്. ചൂട് മാത്രമല്ല, അവിടെ അത്രയധികം ആളുകളെ അവർ അനുവദിച്ചു അതിനകത്തോട്ട് വരാനായിട്ട്. പലരും വരുന്നു, ചെരുപ്പുകൾ ഇട്ട് വരുന്നു. അതിലൊക്കെ തന്നെ ഗ്രിറ്റ്സ് ഉണ്ടാവും. ആ ഗ്രിറ്റ്സ് മണ്ണിൻ്റെ കഷ്ണങ്ങൾ, കല്ലിൻ്റെ കഷ്ണങ്ങൾ, അവയൊക്കെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇതിനകത്ത് വരികയും അതിൽ ഫ്രിക്ഷൻ ഉണ്ട്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ടായി അതിൽ തീപിടുത്തം ഉണ്ടാവാം. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ചൂട് ഒരു ഫാക്ടർ മാത്രമാണ് അതിൽ വരുന്നത്. മൂന്നാമത്തേത്, അൺസ്കിൽഡ് വർക്കേഴ്സായിരിക്കും ജോലി ചെയ്യുന്നത്. ഈ സമയത്ത് ആ ടൈമിലേക്ക് ബംഗാളികളും ബീഹാറികളും അങ്ങനെയൊക്കെയുള്ള പലവിധ ആളുകളും ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നെ സ്ത്രീകൾ സാധാരണ ഇതിൽ പാക്കിങ്ങിന് മാത്രമേ കാണത്തുള്ളൂ. ഇവിടെ നമ്മൾ കണ്ടത് പാക്കിങ്ങിലല്ലാതെ തന്നെ ഫ്യൂസ് കെട്ടാനായാലും ഫ്യൂസ് നനയ്ക്കാനായാലും ഫ്യൂസ് വിരിക്കാനായാലും അവരുണ്ടായിരുന്നു എന്ന് നമുക്ക് വീഡിയോ ദർശനങ്ങൾ, എല്ലാ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. പലപ്പോഴായിട്ട് നമ്മൾ പുത്തിങ്കൽ അപകടത്തിൻ്റെ എൻക്വയറി കമ്മീഷനായിട്ട് അംഗമായിരുന്നു ഞാൻ. അതിലും ഞങ്ങൾ പറഞ്ഞ ഒരു പ്രധാന കാരണം, അൺസ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ വെച്ച് ഇത് നടത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപകടകരമായിരിക്കും.
അതുപോലെ സുരക്ഷ എന്തുകൊണ്ട് പെസോയുടെ ലൈസൻസ് കേരളത്തിലില്ല? കേരളത്തിൽ 2-3 ലൈസൻസേ ഉള്ളൂ. എന്തുകൊണ്ട്? ഇത്രയധികം വെടിക്കെട്ട് നടക്കുന്ന സ്ഥലമാണ് കേരളം. ഇത്രയധികം വെടിക്കെട്ട് ഉപകരണങ്ങളോടെ ആസ്തിയുള്ളവരാണ്, ഇഷ്ടമുള്ളവരാണ് കേരളത്തിലെ ആൾക്കാർ. നമുക്ക് വെടിക്കെട്ട് ഒരു ഹരമാണ്. നമ്മൾ പറയുന്നുണ്ട് കരിമരുന്നും കരിവീരനുമാണ് നമ്മുടെ ഏറ്റവും പാലക്കാട് തൃശ്ശൂരുള്ളവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം. അവരൊക്കെ തന്നെ ഒരു കാര്യം ചിന്തിക്കുക, കാലോചിതമായിട്ട് നമ്മൾ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ പുറ്റിങ്ങൽ അപകടം, പാറമേക്ക് അപകടം, ഇതൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് ചില സജഷൻസ്, ശുപാർശകൾ കൊടുക്കുമല്ലോ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ. അത് അന്ന് കൊടുത്ത കാര്യങ്ങൾ പിന്നീട് നടപ്പിലായിട്ടുണ്ടോ? ഇപ്പം ലേറ്റസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഈ പുത്തുങ്കൽ ആക്സിഡൻറ്റിൻ്റെ എൻക്വയറി കമ്മീഷൻ പറഞ്ഞതനുസരിച്ചിട്ട് എക്സ്പ്ലോസീവ് റൂളിൽ അമെൻമെൻറ്റ് വന്നു കഴിഞ്ഞു 2024. അതിൽ പ്രധാനമായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ വെടിക്കെട്ട് നിയന്ത്രിക്കുവാനായിട്ട് ഓഫീസർമാരെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ടുള്ളത്, അവരെ അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ടുള്ള നിയമനങ്ങൾ ഓരോ അമ്പല കമ്മിറ്റിക്കാരും നടത്തണം. അതിൻ്റെ എല്ലാം വർക്കുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പം സുരക്ഷിതത്വത്തെ മാറ്റിയാണ് ഡിസ്പ്ലേയിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഫയർ വർക്ക്സ് മാനുഫാക്ചർ ചെയ്തതിനെക്കുറിച്ച് 1983 തന്നെ പറയുന്ന റൂൾസ് ഉണ്ട്, ശക്തമായ റൂളുകളുണ്ട്. ഇന്ത്യൻ എക്സ്പ്ലോസീവ് ആക്ട് ആയാലും ഇന്ത്യൻ എക്സ്പ്ലോസീവ് റൂൾസ് ആയാലും അതിൽ എല്ലാം തന്നെ പറയുന്നുണ്ട്. ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെ, ജില്ലാ കളക്ടറുടെ ലൈസൻസ് എന്ന് പറയുന്നത് 15 കിലോയാണ്. 15 കിലോ കൊണ്ട് ഒരു വെടിക്കെട്ട് നടത്താൻ ഒക്കുമോ? ഇല്ല, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അതൊരിക്കലും നടത്താൻ ഒക്കില്ല. അപ്പോൾ എന്തുകൊണ്ട് അവർ പെസോയിൽ അപ്ലൈ ചെയ്യും? പെസോ അപ്ലൈ ചെയ്യുമ്പോൾ സുരക്ഷാ ഡിസ്റ്റൻസ് കമ്പൽസറിയാണ്. പെസോ ലൈസൻസ് കൊടുക്കില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഈ 15 കിലോയെ 10 തവണയായിട്ട് മാനുഫാക്ചർ ചെയ്ത് 150 കിലോ ആക്കാം. പക്ഷേ 150 കിലോ ആക്കി മാറ്റുമ്പോൾ അത് അപകടത്തിന് കൂടുതൽ ചാൻസസ് ഉണ്ടാക്കുകയാണ്. അതുപോലെ അതിനാണ് ഞാൻ ഒരു 2016 ഞാനൊരു ചീഫ് സെക്രട്ടറീസ് മീറ്റിങ്ങിൽ, ഇവിടെ കേരള ചീഫ് സെക്രട്ടറിയുടെ മീറ്റിങ്ങിൽ വെച്ച് ഞാൻ ഒരു നിർദ്ദേശം കൊടുത്തതാണ്, ഫയർ വർക്ക്സ് പാർക്ക്. അത് നമ്മുടെ സുനിൽകുമാർ മിനിസ്റ്റർ ആയിരുന്നപ്പോൾ അദ്ദേഹം അത് ഫോളോ അപ്പ് ചെയ്ത് അത് കുറേയൊക്കെ വർക്ക് ചെയ്ത് വന്നു. 36 ഏക്കറോളം ഭൂമി തൃശ്ശൂർ അടുത്ത് എടുക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവയൊക്കെ തന്നെ ഇത് അങ്ങനെ വരികയാണെങ്കിൽ ഈ ചെറുകിടമായിട്ട് അപകടമുണ്ടാക്കുന്ന ഫാക്ടറികളെല്ലാം തന്നെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ഒരു 50 ഏക്കർ അടുത്ത് ഒരു 3-4 ഫാക്ടറികൾ മാത്രമാക്കുകയും ചെയ്യാം. ആ 3-4 ഫാക്ടറികൾ കേരളത്തിലെ ഓട്ടോടത്തേക്ക് സുരക്ഷിതമായിട്ട് നടത്താൻ നോക്കും. കാരണം അവിടെ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റംസ് ഉണ്ടാവും. അതുപോലെ തന്നെ കർശനമായ സേഫ്റ്റി ഡിസ്റ്റൻസ് എല്ലാ ഷെഡുകളിലുണ്ടാവും. മാൻ ലിമിറ്റ് കമ്പൽസറി ആയിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. രാസപദാർത്ഥങ്ങളുടെ ക്വാളിറ്റി കൺട്രോൾ ഫ്രം ദ പർച്ചേസ് തൊട്ട് അതിൻ്റെ ഉപയോഗം വരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. ഇങ്ങനെ എല്ലാം കൊണ്ട്, അതുമല്ല ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ, ഒരു ഓൺ സൈറ്റ് ആയാലും ഓഫ് സൈറ്റ് ഡിസാസ്റ്റർ വന്നാലും അതിലേക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ നോക്കും. നമ്മുടെ പരിധിയിൽ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ നോക്കും. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് നിങ്ങൾ വായിച്ചു കാണും, ശിവകാശിയിൽ 27 പേര് മരിച്ചു. എന്താ സംഭവിച്ചത്? അവിടെ ഒരു സുരക്ഷാ ഡിസ്റ്റൻസ് കീപ്പപ്പ് ചെയ്യാതിരിക്കാൻ അവരൊരു വലിയ ഹാളെടുത്തിട്ട് അതിനെ കമ്പാർട്ട്മെൻറ്റൈസ് ചെയ്തു. അപ്പോൾ സേഫ്റ്റി ഡിസ്റ്റൻസ് ഇല്ല. ഒരിടത്ത് മിക്സിങ് നടക്കുന്നു, ഒരിടത്ത് മാനുഫാക്ചറിങ് നടക്കുന്നു, അടുത്തടുത്ത് പാക്കിങ് നടക്കുന്നു. അപ്പോൾ ഇതെന്തോ ഒരിടത്ത് ഒരു അപകടം ഉണ്ടായാൽ ഒരു ചെയിൻ പോലെ, അതൊരു ചെയിൻ റിയാക്ഷൻ പോലെ വന്നിട്ട് ആ മുഴുവൻ പടക്കങ്ങളും പടക്ക സാമഗ്രികളും അല്ലെങ്കിൽ റോ മെറ്റീരിയൽസും കത്തുകയാണ്. അതിൽ നിന്നും ജനങ്ങൾ, അവിടെ നിൽക്കുന്ന വർക്കേഴ്സിന് ഓടി രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ഇവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ 10-45 പേര് വർക്ക് ചെയ്തിരുന്നു എന്നാണ് ഇന്നലത്തെ ഞാൻ ആ വീഡിയോയിലും മറ്റും കാണാൻ സാധിച്ചത്. ഇവയൊക്കെ അവർക്ക് ഓടി രക്ഷപ്പെടുവാൻ വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാകുകയും അതുമല്ല അതിൻ്റെ ആഘാതം നിങ്ങൾ ശ്രദ്ധിച്ചുവോ എന്ന് എനിക്കറിയില്ല. ആഘാതം 1 കിലോമീറ്ററോളം അകലെയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അത്രയും ഉണ്ടാവണമെങ്കിൽ എത്രമാത്രം പടക്ക സാമഗ്രികൾ അവിടെ സൂക്ഷിച്ചിരിക്കും? രണ്ടാമത്തെ കാര്യം, അനധികൃതമായ രാസപദാർത്ഥങ്ങൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ടോ? അതായത് പൊട്ടാഷ്യം ക്ലോറൈഡ് ഈസ് ബാൻഡ് ഇൻ 1992 ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ അവിടെ ഈ രാസപദാർത്ഥത്തിൻ്റെ അംശം ഉണ്ടോ എന്നുള്ളത് ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയുടെ അവരുടെ കെമിക്കൽ എക്സാമിനേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് അത് പെസോയ്ക്ക് ഫോർവേഡ് ചെയ്യും. പെസോ അത് അനലൈസ് ചെയ്ത ശേഷം ഇതിൽ പൊട്ടാഷ്യം ക്ലോറൈഡ് ഉണ്ടായോ എന്നുള്ളത് അവർ തീരുമാനിക്കും. എന്നിട്ട് അതാണ് നമ്മൾ കോടതിയിൽ കൊടുക്കുകയേണ്ട. അപ്പോൾ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഇത്ര ആഘാതം, നമ്മൾ ഈ 1 കിലോമീറ്റർ അകലെയുള്ള വീടുകളുടെ ജനലുകളും വാതിലുകളും പൊളിഞ്ഞു വീഴുന്നുണ്ടെങ്കിൽ
അതിനകത്ത് പൊട്ടാഷ്യം ക്ലോറേറ്റ് പോലുള്ള അനധികൃത രാസപദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഈ മറ്റ് അപകടങ്ങൾ പോലെയല്ലല്ലോ, ഇപ്പോൾ തീ പിടിച്ച് പൊള്ളലേറ്റ് അങ്ങനെ ഒരു ഇപ്പോൾ നിരവധി പേര് ആശുപത്രി കിടക്കുന്നുണ്ട്, വെന്റിലേറ്ററിലുണ്ട്. അപ്പം അത്തരത്തിലുള്ള അപകടം, അതിൻ്റെ ഒരു തീവ്രത, ഭീകരത കുറച്ച് കൂടുതലല്ലേ മറ്റതിനേക്കാൾ? തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന പോലെയല്ല. കാരണം ഇതിൻ്റെ വേദന അനുഭവിക്കുന്നവർക്കേ മനസ്സിലാവുകയുള്ളൂ. ഞാൻ ശിവകാശിയുടെ ഹെഡായിരുന്നു 3 കൊല്ലത്തോളം. അവിടെ ഓം ശക്തി ഫയർ വർക്ക്സ് എന്ന ആക്സിഡൻറ്റ് ഉണ്ടായത്. 56 പേരാണ് മരിച്ചത്. അന്ന് ആക്സിഡൻറ്റ്, ഞാനന്ന് മദ്രാസിലാണ്, എന്നെ അവിടത്തേക്ക് വിടുകയായിരുന്നു ചെയ്തത്. അതിൻ്റെ അന്വേഷണം ഏറ്റെടുക്കുകയും ചെയ്തത്. അന്വേഷണം ഏറ്റെടുത്ത് ഞാൻ അന്നാം ദിവസം വൈകുന്നേരം ഈ 56 മരിക്കുന്ന അന്ന് ആദ്യത്തെ ദിവസം 31 പേരാണ് മരിക്കുന്നത്, ബാക്കിയവർ പിന്നെയാണ് മരിക്കുക. അപ്പോൾ അവർ 40% ബേൺ ഇഞ്ചുറി ഉള്ളവർ വരെ പിറ്റേ ദിവസങ്ങളിൽ മരിക്കുകയുണ്ടായി. നമ്മൾ ചെല്ലുമ്പോൾ ഈ 40% ബേൺ ഇഞ്ചുറിയുള്ള 50 വയസ്സ് അതിന് മുകളിലുള്ളവർ നമ്മളോട് കാര്യമായിട്ട് സംസാരിക്കും. നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മളോട് ഇതിനെല്ലാം സംസാരിക്കും. പക്ഷേങ്കിൽ അവരുടെ ഉള്ളിൽ ജീവൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രമാത്രം വേദനയെ അനുഭവിച്ച് ഡോക്ടേഴ്സ് അപ്പോൾ അവർ പെയിൻ കില്ലിങ് ഇഞ്ചക്ഷൻസ് കൊടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ പക്ഷേ അവർ നമ്മളോട് സംസാരിക്കും ഒക്കെ ചെയ്യും. പക്ഷേ ആ വേദന ഭയങ്കരമാണ്. അത് കടന്നു പോകുന്ന അവരുടെ ആ ജീവിതം ഏറ്റവും ദുഷ്കരമാണ്. അപ്പോൾ ഇവയൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എല്ലാ ഈ ഉത്സവ പള്ളി കമ്മിറ്റിക്കാരും ഒരു കാര്യം ചിന്തിക്കുക, സുരക്ഷിതമായിട്ടൊന്ന് നടത്തിയിട്ടില്ലെങ്കിൽ ഇത് മുന്നോട്ട് പോവുക പാടാണ്. പല പ്രാവശ്യമായിട്ട് നമ്മളിത് പറഞ്ഞു. പാറമേക്കാവ് അപകടം 2006 ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടും പറയുന്നുണ്ട്. ഇപ്പോൾ നടന്ന പുത്തുങ്കൽ ഫയർ വർക്ക്സ് ആക്സിഡൻറ്റും പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൈയടയ്ക്ക് കാസർഗോഡുണ്ടായൊരു അമ്പലത്തിലുണ്ടായ അപകടവും അതും ഇതൊക്കെ തന്നെയാണ് കൺക്ലൂഡ് ചെയ്യുന്നത്. നമ്മളൊരു മജിസ്ട്രേറ്റിൽ എൻക്വയറിയോ അല്ലെങ്കിൽ പെസോ എൻക്വയറിയോ കഴിഞ്ഞ് അല്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ എൻക്വയറിയോ കഴിഞ്ഞ് ഇത് പൂട്ടിക്കെട്ടുകയല്ല ചെയ്യേണ്ടത്. തികച്ചും ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എല്ലാവരിലും ഇതിനെക്കുറിച്ചൊരു ഉപബോധം ഉണ്ടാവണം. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾക്ക് കൈകൊള്ളുവാൻ എല്ലാ ഫെസ്റ്റിവൽ കമ്മിറ്റിക്കാരും മുന്നോട്ട് വരണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന.